ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മേക്കപ്പ് ബ്രഷ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ നോക്കാം. വളരെ മിനിമൽ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഏതായാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടതൊരു കുറച്ച് വിട്ടും കുറച്ച് ലെങ്ത്തും ആയിട്ടുള്ളൊരു പാത്രമാണ്. ഇതുപോലത്തെ വലിയ കപ്പ് എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല അതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചൂടുവെള്ളമുണ്ട്. ഓക്കെ, ചൂടുവെള്ളം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണം. ഈ വലിയ കപ്പ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് മുക്കി വയ്ക്കാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷാണ്. അതായത് ഫേസ് വാഷ് എടുക്കാൻ കാരണം നമുക്ക് മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷ് എടുക്കാം. കെമിക്കൽസ് ഇല്ലാത്ത ഫേസ് വാഷ് എടുക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. കാരണം നമ്മുടെ ബ്രഷിൻ്റെ ഇതൊക്കെ വളരെ സോഫ്റ്റും സെൻസിറ്റീവും ആയിരിക്കും. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ആവി പിടിക്കുന്ന യന്ത്രമില്ലേ, അതിലാണ് ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പം തോന്നുന്നത്, കാരണം കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊന്ന് പൊതിരാനുള്ള ആ വെള്ളത്തിന് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിൽ എത്രത്തോളം അഴുക്കുണ്ട് എന്നുള്ളത് വലിയ രീതിയിലില്ല, എന്നാലും ഉണ്ട് അഴുക്ക്. അതേപോലെ തന്നെ ബ്രഷും ഒക്കെ നല്ല രീതിയിൽ ആകെ ഇതായിട്ടിരിക്കുകയാണ്, മോശമായിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് കൺസീലറൊക്കെ ഉപയോഗിച്ചതാണ് ഞാൻ. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കണ്ടില്ലേ വല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ കൺസീലർ ഉപയോഗിച്ചിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് അധികം വേണം, കാരണം മൈൽഡായത് കാരണം ഇതിന് നൊര കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ഒരു ഏകദേശം ഒരു സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എൻ്റെ ആ ഒരു ചൂടുവെള്ളം ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചൂടുവെള്ളം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ഇത് നല്ലപോലെ ഒന്ന് പതപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ പതപ്പിക്കാന്ന് വെച്ചാൽ വേറെ വലിയ രീതിയിൽ നമുക്കിത് മാക്സിമം പതപ്പിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒന്നാമത് ചൂടുള്ള വെള്ളമാണ്, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓവർ ചൂടാവാൻ നിൽക്കരുത്. നമുക്കറിയില്ലേ, ഇത് എൻ്റെ ഇതിലൊക്കെ ഒരു മിനിമൽ ചൂടത്തിൽ മാത്രമേ ആവുള്ളൂ, അപ്പോൾ അതിൽ കൂടുതൽ ചൂടാവില്ല. അപ്പോൾ ആ ഒരു മിനിമൽ ചൂട് നമുക്ക് കൈയിടാൻ പറ്റുന്ന ഒരു ചൂടായിരിക്കണം, എന്നാൽ കുറച്ച് നല്ല ചൂടും വേണം, അങ്ങനെയുള്ളൊരു ലെവലിൽ. അപ്പോൾ ഞാനത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ ഓരോരോ പ്രോഡക്റ്റ്, നമ്മുടെ ഓരോ മേക്കപ്പ് സ്പോഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. നമുക്കിതിന് അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫേസ് വാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ ചോയ്സ് ഒന്നും തന്നെയില്ല, കാരണം ഫേസ് വാഷ് തന്നെയാണ് ഇതിൽ നല്ലത്. അത് മൈൽഡായിട്ടുള്ളതാണെങ്കിൽ നല്ലത്. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എടുത്താലും മതി. ചെറിയ സാഷിയൊക്കെ കിട്ടുമെങ്കിൽ അത് മതി. അപ്പം ഞാൻ ഓരോ ബ്രഷായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ബ്രഷും മുക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അത് ഇപ്പോൾ പലരും ചോദിക്കും ഇത് വെടക്കായി പോവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതുവരെ ഇതൊന്നും ആയിട്ടില്ല, ഇതിനടുത്തത് ഗ്യാരണ്ടി ആണെന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇത് എല്ലാം കൂടി ഇങ്ങനെ വെച്ച് ഏകദേശം ഒരു കുറച്ച് സമയം ഞാൻ എന്തായാലും വെക്കുന്നുണ്ട്, കാരണം ഇതെല്ലാം പൊതിരണമല്ലോ. അപ്പോൾ ഇത് പൊതിരണം. അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. കാരണം ചുമ്മാ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി ബക്കറ്റിലിട്ടിട്ട് അതുപോലെ എടുത്ത് പുറത്ത് വെള്ളത്തിൽ ഊരിക്കഴിഞ്ഞാൽ വൃത്തിയാവില്ലല്ലോ. വൃത്തിയാവണമെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് പിന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും ചെയ്തത്. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് സമയം വെക്കുകയാണ്. അപ്പോൾ വെച്ച ശേഷം ഒരു 3-4 മിനിറ്റ് വെച്ച ശേഷമുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് തന്നെ കാണാം. അതിൽ നിന്ന് എത്ര ആ വെള്ളത്തിൻ്റെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ശരിക്കും എല്ലാം ഒരുവിധം എല്ലാം അതിലേക്ക് അടർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ സ്പോഞ്ചാണ് ഏറ്റവും വൃത്തിയായത്, വളരെ സൂപ്പറായിട്ട് നമ്മുടെ സ്പോഞ്ച് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 4 സ്പോഞ്ച് വാങ്ങിച്ചതാണ്, ബ്ലെൻഡർ വാങ്ങിച്ചതാണ്, സോറി. ഇപ്പോൾ ഈ ബ്ലെൻഡറിൽ ഞാൻ ഇത് മാത്രമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് നാളെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3-4 മാസത്തിൻ്റെ മേലെയായി ഇത് തന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കിതുവരെ, കാരണം എനിക്ക് ഡെയിലി യൂസിനല്ലാത്തതുകൊണ്ടാണ്. ഡെയിലി യൂസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറ്റേണ്ടി വരും. ഞാൻ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ ചെയ്യാറുള്ളൂ, വളരെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഓരോന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. ഓക്കെ, ഇതൊക്കെ പിഴിഞ്ഞെടുക്കണം. ഇതൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് എനിക്ക് മാറ്റണം. അപ്പോൾ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് എല്ലാം ഒന്ന്, കാരണം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അഴുക്കാവുന്നുള്ളതുകൊണ്ട് ഞാനൊരു നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് എല്ലാം ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് വളരെ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ഫേസ് വാഷും ചൂടുവെള്ളവും മാത്രം മതി. നമുക്ക് വേറെ ഒരു ചിലവിൻ്റെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ 2 ആഡ് ചെയ്തതാണ്. എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നു, എനിക്ക് കൈ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയിട്ടിലേക്ക് ആഡ് ചെയ്തതാണ് ഈ സ്പോഞ്ച്. ആ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ പൗഡറൊക്കെ ഇല്ല, കോമ്പാക്ട് പൗഡറിൻ്റെ ആണ്. അപ്പോൾ ഇനി ഏതായാലും ഞാനിതൊന്ന് പച്ചവെള്ളത്തിലും കൂടി കഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പച്ചവെള്ളത്തിലൊക്കെ കഴുകുന്ന വീഡിയോ സത്യം പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് റെക്കോർഡായില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ്, കാരണം ഞാനിതൊക്കെ ഒന്ന് ഉണങ്ങാൻ വെച്ച ശേഷമുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം എത്രത്തോളം ഇത് വൃത്തിയായി, എത്രത്തോളം ഇത് നീറ്റായി എന്നുള്ള കാര്യം. കണ്ടില്ലേ എത്രത്തോളം ഇത് പെർഫെക്റ്റായി, നല്ല രീതിയിൽ ഇത് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാമായിരിക്കും.